പരിശുദ്ധാത്മാവിനെ, കാറ്റിനെ നമുക്ക് കാണുവാൻ കഴിയുകയില്ല. കാറ്റിനെ നമുക്ക് കാണുവാൻ കഴിയുകയില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് ഉണ്ടാക്കുന്ന ചലനങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. പക്ഷെ പരിശുദ്ധാത്മാവ് ചലിച്ചു തുടങ്ങുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ വെളിപ്പെടുമ്പോൾ, ഒരിടത്ത് മാനസാന്തരം വെളിപ്പെടുന്നു, ഒരിടത്ത് ഭയങ്കരമായ വിശപ്പ്, ദൈവത്തിന് വേണ്ടിയുള്ള വിശപ്പ്, ഒരിടത്ത് പരിശുദ്ധി വെളിപ്പെടുന്നു, ഒരിടത്ത് ദൈവത്തിന് വേണ്ടി അതിതീവ്രമായ ആഗ്രഹം. പരിശുദ്ധാത്മാവിന്റെ കാറ്റടിക്കുമ്പോൾ എന്താ? പാട്ട് നിർത്തുന്നേയില്ല, ആരാധനകൾ നിർത്തുന്നേയില്ല. പരിശുദ്ധാത്മാവ് നിയന്ത്രണം ഏറ്റെടുത്ത് ആ നിയന്ത്രണത്തിന് കീഴുവാൻ വരുവാൻ ഇടയാകുന്ന റുവാ കാറ്റടിക്കുമ്പോൾ നിങ്ങളുടെ കപ്പൽ, നിങ്ങളാകുന്ന കപ്പലിന്റെ സെയില് ആ കാറ്റിനെ പിടിച്ച്, കാറ്റ് ഏത് ദിശയിൽ നിന്ന് അടിക്കുന്നതെന്ന് മനസ്സിലാക്കി ആ ദിശയിലേക്ക് അതൊന്ന് കെട്ടി ആ കാറ്റിനെ ഒന്ന് അടിച്ച്, ആ കാറ്റിനെ നിങ്ങളൊന്ന് പിടിക്കും. ക്യാച്ച് എന്ന വിന്ന് എന്ന് പറഞ്ഞാൽ ആ ആത്മാവിന്റെ പ്രവൃത്തിയെ, പരിശുദ്ധാത്മ റുവാ കാറ്റിനെ നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞ് recognize the wind.